വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ. റൂൾസിൻ്റെ അമെൻമെൻ്റ് ആയിരുന്നു നമ്മൾ എടുത്ത് നിർത്തിയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് റൂളാണ്. റൂളിൽ 35CA ആണ് കേട്ടോ. CA ആണ്, അതൊരു പുതിയ ഭാഗമാണ്. ഇതുവരെ ഇല്ലാത്തൊരു ഭാഗമായിരുന്നു, പുതിയൊരു ഇൻസെഷൻ ഉള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതാണ് റൂൾ 35CA എന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇനി നമുക്ക് അമെൻമെൻറ്റ്സ് ഒന്ന് നന്നായി എത്രയും പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സസ് പോവാം. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, അപ്പോൾ അതുകൊണ്ടാണ് വൈകിയത്. ക്ലാസ് എല്ലാവരും അന്വേഷിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്തതിന് നന്ദി. തുടർന്നും ക്ലാസ്സുകൾ കാണാം. ഓക്കെ. റൂൾ 35CA, മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പർ. അതാണ് 35CA എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇൻസെർഷനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. എവിടുത്തെയാണെന്ന് മനസ്സിലായില്ലേ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടുത്തെ മെമ്പേഴ്സിൻ്റെ കാര്യവും അവിടെ മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 21 മെമ്പേഴ്സാണ് ഉള്ളത്. എത്ര ആൾക്കാരാണുള്ളത്? 21 കുറയാത്ത രീതിയിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് കേരള ബാങ്കിലുള്ളത്. ഓഫ് വിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. 15 മെമ്പേഴ്സ്, അതായത് ക്ലാസ് എ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചായിരുന്നു. 15 മെമ്പേഴ്സ് ഷാൾ ബി എലക്റ്റഡ് ബൈ ക്ലാസ് എ മെമ്പേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് നെക്സ്റ്റ് ലൈൻ. അപ്പോൾ ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. 15 മെമ്പേഴ്സാണ് എവിടുന്ന്? ക്ലാസ് എ മെമ്പേഴ്സിൽ നിന്നും എലക്ട് ചെയ്തത് 15 മെമ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, എ ക്ലാസ് മെമ്പേഴ്സിൽ നിന്നുമാണ് ഈ 15 മെമ്പേഴ്സിനെ എടുക്കുന്നത്. മൊത്തം എത്ര മെമ്പേഴ്സാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്? 21 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയില്ലേ. ഇനി പറഞ്ഞിട്ടുള്ളത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ആസ് ഫോളോസ്, നെയിംലി ഈ താഴെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 14 മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്നാണ് കേട്ടോ. 1 ഫ്രം ഈച്ച് ഡിസ്ട്രിക്റ്റ്, ഓരോ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലെ PSESനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരുടെ എ ക്ലാസ് മെമ്പേഴ്സിൽ നിന്നുമാണ് ഈ 14 മെമ്പേഴ്സിനെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആയിരിക്കും, ഓരോ PSES നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് ഈ ഒരു 14 പേര് വരിക. ഈ 14 പേരിൽ തന്നെ ജനറലാണ് 10 പേര്, റിസർവേഷൻ ഇല്ലാത്തത് നോൺ റിസർവ്ഡ് ജനറൽ. വുമൺ ആണെങ്കിലോ 3 മെമ്പേഴ്സാണ്, അത് റിസർവ്ഡ് പോലെ 3 എണ്ണമാണുള്ളത്. SC/ST ഒന്ന് തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയാണ് ഈ ഒരു 14 എണ്ണം വരുന്നത് കേട്ടോ. ജനറൽ 10, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ജനറൽ 10, വുമൺ 3 മെമ്പേഴ്സ്, SC/ST 1 മെമ്പർ. ഓക്കെ, അപ്പോൾ ഇത് 14 ആയിട്ടുള്ള മൊത്തം എത്ര ആളുണ്ട്? 15 മെമ്പേഴ്സാണ് ഉള്ളത്. 15 മെമ്പേഴ്സാണെന്ന് പറഞ്ഞല്ലോ എ ക്ലാസ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് 1 വരെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് കേട്ടോ. അർബൻ ബാങ്ക് എന്നാണ് 20 വരെ അത് വരും. പ്രൊവൈഡഡ് ദാറ്റ് 2 സീറ്റ്സ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, 2 സീറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഈ റിസർവേഷനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു 2 പറയണത്, വേറെ അല്ല. പ്രൊവൈഡഡ് ദാറ്റ് 2 സീറ്റ്സ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൾ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഹു ഷാൾ നോട്ട്, മൊത്തത്തിൽ ഉള്ളതിൽ ഈ 2 സീറ്റ് ആർക്ക് വേണ്ടിയിട്ട്? ഹു ഷാൾ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്, 40 ഇയേഴ്സിൽ കൂടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് 40 വയസ്സാവാത്തവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് 2 സീറ്റ്. അപ്പോൾ അത് ഒരെണ്ണം ജനറൽ കാറ്റഗറിക്കാണ് കൊടുക്കണത്, ഒരെണ്ണം വുമണിനാണ് കൊടുക്കണത്. പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പം 3 വുമണിൽ +1 എന്നല്ല പറയണത്. ഈ 3-ൽ തന്നെ ഒരാൾ എന്തായിരിക്കണം? 40 വയസ്സിൽ താഴെയുള്ള ആളെയാണ് എടുക്കുക, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എത്ര സീറ്റ് റിസർവ്ഡ് ഉണ്ട്? 40 വയസ്സ് നോക്കിയിട്ടുള്ള റിസർവേഷൻ 2 സീറ്റാണുള്ളത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. 2 സീറ്റാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഷാൾ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഹു ഷാൾ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്. അങ്ങനെ തന്നെയാണ് ചോദ്യം വരിക. അപ്പോൾ 2 സീറ്റാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അങ്ങനെയുള്ളത്. ഇനി അതിൽ നിന്ന് ഒരാൾ ജനറൽ കാറ്റഗറി, 1 സീറ്റ് 1 ഷാൾ ബി ഫ്രം ദ ജനറൽ കാറ്റഗറി, മറ്റേത് ഷാൾ ബി വുമൺ ഫ്രം ദ വുമൺ റിസർവേഷൻ കാറ്റഗറി, മറ്റേത് വുമൺ റിസർവേഷൻ കാറ്റഗറിക്കാണ് പോവുക, ഒരെണ്ണം ജനറലിൽ നിന്നാണ് പോവുക. അപ്പോൾ ഒരെണ്ണം ഈ ഒരു 10 മെമ്പേഴ്സിലുള്ള ഒരാൾ അങ്ങനത്തെ ഒരു മെമ്പറായിരിക്കും, ഈ വുമണിലെ 3 മെമ്പേഴ്സിലെ ഒരാൾ അങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 14 ജില്ലകളിൽ നിന്നുമാണ് 14 ഡെലിഗേറ്റിനെ എടുക്കുന്നത്. അപ്പോൾ
ഇത് നമുക്ക് തോന്നില്ലേ എല്ലാവർക്കും ഇങ്ങനെ പാർട്ടിസിപ്പേഷൻ കിട്ടുമെന്ന് തോന്നില്ലേ? അത് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അതായത് ഇതിങ്ങനെ റൊട്ടേഷൻ പോലെയാണ് എടുക്കുന്നത് കേട്ടോ. ദ ഡിസ്ട്രിക്റ്റ് ഫ്രം വിച്ച് വുമൺ മെമ്പേഴ്സ് SC/ST മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40 years അതൊക്കെ എങ്ങനെയാണ് are to be elected shall be decided by the registrar of cooperative society by way of taking lots. ലോട്ട് ഇട്ട് തീരുമാനിക്കുകയാണ് ചെയ്യണം. ആരാ ലോട്ട് ഇട്ട് തീരുമാനിക്കുന്നത്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ ലോട്ട് ഇട്ട് തീരുമാനിക്കുന്നത്. മറ്റത് ഡിസ്ട്രിക്റ്റ് വൈസ് ഡെലിഗേറ്റിനെ പറഞ്ഞയക്കുന്നതും ആ ഒരു രീതിയിലാണ്. ഇവിടെ ദ ഡിസ്ട്രിക്റ്റ് ഫ്രം വിച്ച് ആർക്കൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ആരാണ് തീരുമാനിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് നോക്കണം. 3 പോയിൻ്റ് നോക്കണം ഇവിടെ കേട്ടോ. ഒന്ന്, വുമൺ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയണത്. SC/ST മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയണത്. മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40 years അവരുടെ കാര്യമാണ് പറയണത്. അവരെ എലക്ട് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഓക്കെ, എങ്ങനെയാണ്? മറ്റത് ബൈ വേ ഓഫ് ടേക്കിംഗ് ലോട്ട്സ്, ലോട്ട് ഇട്ടിട്ടാണ് തീരുമാനിക്കുന്നത് ഇവരുടെ കാര്യം. ഇൻ ഈച്ച് സബ്സീക്വൻറ്റ് ടേം ഓഫ് ദ കമ്മിറ്റി, ഓരോ കമ്മിറ്റിയിലും ദ ഡിസ്ട്രിക്ട്സ് വൺസ് റെപ്രസെൻറ്റഡ്, ഒരു പ്രാവശ്യം വന്ന ജില്ലേനെ മാറ്റി നിർത്തും. ഇൻ ഈച്ച് കാറ്റഗറി, ഓരോ കാറ്റഗറിയിലും ജില്ലകൾ ഇങ്ങനെ ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ലോട്ട്, ആ ലോട്ടിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കും. അല്ലെങ്കിൽ ഒരേ ജില്ല തന്നെ കയറി വരില്ലേ, അതുകൊണ്ട് ടിൽ ഓൾ ദ ഡിസ്ട്രിക്ട്സ് ഹാവ് ബീൻ റെപ്രസെൻറ്റഡ്. ഏതുവരെ ഈ പ്രക്രിയ തുടരും? എല്ലാ ജില്ലകളും റെപ്രസെൻറ്റേഷൻ ആകുന്നതുവരെ അത് തുടരും എന്നാണ് പറയണത്. അപ്പോൾ ലോട്ട് കിട്ടിയ ജില്ലകളെ മാറ്റി നിർത്തിയിട്ട് കിട്ടാത്ത ജില്ലകൾ വെച്ചെടുക്കും. അങ്ങനെ എല്ലാ ജില്ലയ്ക്കും റെപ്രസെൻറ്റേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് കണ്ടീഷൻ പറഞ്ഞാണ് 1 മെമ്പർ. നമ്മൾ പറഞ്ഞ അവിടെ 14 പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ 15ാമത്തെ മെമ്പർ, ഈ 1 മെമ്പർ റെപ്രസെൻറ്റിങ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇൻ ദ സ്റ്റേറ്റ് എലക്റ്റഡ് ഫ്രം എമംഗ് ദ ഡെലിഗേറ്റ് ബോർഡിൽ നിന്ന് മെമ്പേഴ്സ് ഓഫ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ബൈ A ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. A ക്ലാസ് മെമ്പേഴ്സിനെയാണ് പറഞ്ഞയക്കാം. ഇനി 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ്, പ്രത്യേകം ഓർക്കണം, നോമിനേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ആണ്. അത് കഴിഞ്ഞുള്ളത് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആരുണ്ടാവുക? 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണെന്നും പഠിച്ചിരിക്കണം. സെക്രട്ടറി കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് കേരള, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO അല്ലേ. പിന്നെ ചീഫ് ജനറൽ മാനേജറാണ് നമ്മുടെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ്, കേരളത്തിലുള്ള റീജിയണൽ ഓഫീസിൻ്റെ ചീഫ് ജനറൽ മാനേജറാണ് അടുത്ത ആൾ. ഓക്കെ, നബാർഡിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ 4 പേരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഇവിടെ 14 വന്നു, ഒരെണ്ണം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വന്നു, അപ്പോൾ 15 പിന്നെ അതിൻ്റെ കൂടെ 2 ഇൻഡിപെൻഡൻറ്റ് 16, 17, പിന്നെ ഇവർ 4 പേര് കേട്ടോ. 18, 19, 20, 21 അല്ലേ. അപ്പോൾ 21 മെമ്പേഴ്സായില്ലേ. 21 മെമ്പേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് റൂൾ 35 CAയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൂടാതെ ഈ ഒരു ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, 21 മെമ്പേഴ്സ് ഉണ്ട്. ഈ 21 മെമ്പേഴ്സ് കൂടാതെ പിന്നെ എക്സ്ട്രാ ഉള്ള ഒരാളെന്ന് പറയുന്നത് ഒരു ഇൻവൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഇൻവൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും കൂടി ഉണ്ട്. ഈ ഇൻവൈറ്റി ആരാണെന്ന് വെച്ചാൽ അപ്പാർട്ട് ഫ്രം ദ 21 മെമ്പേഴ്സ് 1 മെമ്പർ ഹൂ ഷാൾ ബി ഇൻവൈറ്റഡ്. അത് നമ്മുടെ സെക്ഷനിൽ അല്ലെ റൂളിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഇൻവൈറ്റി കൂടിയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പാർട്ട് ഫ്രം ദ 21 മെമ്പേഴ്സ്, ഈ 21 മെമ്പേഴ്സിലും പുറമെ 1 മെമ്പർ ഹു ഷാൾ ബി ഇൻവൈറ്റഡ് ബൈ ദി ഡയറക്ടർ ബോഡി ഇൻവൈറ്റ് ചെയ്യും കേട്ടോ. എവിടുന്നാണ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ നോൺ ക്രെഡിറ്റ് എന്നാണ് കേട്ടോ. നോൺ ക്രെഡിറ്റ് ഫോർ 1 ഇയർ റൊട്ടേഷൻ ബേസിസിലാണ് അവരെന്നെ എടുക്കുക. ഈ സച്ച് ഇൻവൈറ്റിക്ക് ഷാൾ നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഫ്രം എമംഗ് ദ അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ദ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൊട്ടേഷൻ ബേസിസിലാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. ഈ 21 ആളിൽ പുറമെയാണ് ഒരു ഇൻവൈറ്റീനെ വെച്ചിട്ടുള്ളതെന്നും ഓർത്തിരിക്കണം കേട്ടോ.
അപ്പോൾ ഇതാണ് ഈ ഒരു 35 അമെൻമെൻറ്റ്. ഇനി പറഞ്ഞിട്ടുള്ളത് അമെൻമെൻറ്റ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം 35 ആണ്, പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിയൻ ഷോൾ പേ എ ഫീ ഫോർ എലക്ഷൻ ടു ഗവൺമെൻറ്. ഓക്കെ, സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിങ് എലക്ഷൻ ടു ദ മാനേജിങ് കമ്മിറ്റി ആൻഡ് ടു ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഓക്കെ, എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയിലേക്കുണ്ട്, CCയുടെയും SCയുടെയും ഇപ്പോഴത്തെ ഇതിൻ്റെ ഭാഗമായി ഇലക്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് കയറ്റി, നമ്മുടെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് RGBയുടെ ഇലക്ഷനും ഇവർ തന്നെയാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഒരുവിധമായി എല്ലാം ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് പറയണത്, ഫീ സ്ട്രക്ചർ അത് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് 7,500 ആണ്. മാറ്റി പഠിക്കണം, നല്ല ആഴത്തിൽ തന്നെ പഠിക്കണം. പിന്നെ സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റിയുടെ കേസാണെങ്കിൽ 4,500 ആണ് പറയുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് ആണെങ്കിൽ 3,000. അതർ സൊസൈറ്റീസ് കൂടാതെ CCയുവിനും പറയുന്നുണ്ട് കേട്ടോ. SCയുവിന് നമ്മൾ പറഞ്ഞു 7,500 ആണെന്ന്. CCയുവിന് ഏറ്റവും താഴത്ത് നിൽക്കണതിൽ 1,500 ആണുള്ളത് കേട്ടോ. ഇനി എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് എലക്ഷൻ ഫീസിൽ നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്? ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് ഓൾ ഓർ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ബിലോങ്സ് ടു SC/STക്കാർ മെജോറിറ്റി ആയിട്ടുള്ളത് എക്സംപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ എന്തെങ്കിലും സംഘടനയാണെങ്കിൽ, സൊസൈറ്റി ആണെങ്കിൽ അവർ പ്രൈമറി ആയിരിക്കണം കേട്ടോ. ആ പ്രൈമറിയും ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ എക്സംഷൻ കൊടുത്തിട്ടുള്ളത് എല്ലാ സ്കൂൾ സൊസൈറ്റീസുമാണ്. ഓൾ സ്കൂൾ സൊസൈറ്റീസ്, എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷൻ, ഇവർക്കാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ, വ്യക്തമായി പഠിക്കുക. ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് ഓൾ ഓർ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓർ സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ്. പിന്നെ വന്നിട്ടുള്ളത് ഓൾ സ്കൂൾ സൊസൈറ്റീസ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷൻ. ഇത്രയും ഭാഗമാണ് എന്ത് വന്നിട്ടുള്ളത്, ഫീ സ്ട്രക്ചറിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം അത്യാവശ്യം മാറിയെന്നറിയാം. അപ്പോൾ നിങ്ങൾ മാറിയ പോലെ തന്നെ പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ്, ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. 15 ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വന്നേക്കാം. മൊത്തം മെമ്പേഴ്സിൻ്റെ എണ്ണം പഠിക്കുക 21 21-ന് പുറമെ ഒരു ഇൻവൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇൻവൈറ്റിക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നോൺ ക്രെഡിറ്റ് എന്നാണ് ഇൻവൈറ്റിനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. 1 ഇയറിന് റൊട്ടേഷൻ ബേസിസിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലോയുടെ ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചാപ്റ്റർ 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാം കേട്ടോ കോഴ്സിൽ. അപ്പോൾ ജസ്റ്റ് CSEB ആസ്പിറൻസിൻ്റെ നമ്പറിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ കൂടാതെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്